വെരി ഗുഡ് ഈവനിങ് ടു ഈച്ച് ആൻഡ് എവറി വൺ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ IRIA സ്വസ്തി ഫൗണ്ടേഷൻ ആൻഡ് അമ്മ ചേർന്നിട്ടുള്ള 10 ദിവസത്തോളമായിട്ട് നടന്നു വരുന്ന വെബിനാറിൽ ഇന്നൊരു ഭാഗമാവാൻ സാധിക്കുന്നതിൽ. ഇപ്പൊ സ്വസ്തി ആണെങ്കിലും IRIA ആണെങ്കിലും എല്ലാം അവരവരുടെ മേഖലകളിൽ ഏറ്റവും പ്രാഗൽഭ്യത്തോടു കൂടി ഏറ്റവും സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അമ്മയെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കാൻ സാധിക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ ആക്ച്വലി അമ്മ എന്ന് പറയുന്ന ഒരു ചെറിയ കമ്മ്യൂണിറ്റീനെ വലിയൊരു ലെവലിലേക്കാണ് നിങ്ങൾ ഈ ഒരു വലിയ ആശയത്തോടു കൂടി ചേർത്ത് നിർത്തുമ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ പേഴ്സണലി സംസാരിക്കുമ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു വിപത്തിനെ അതിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഏറ്റവും ചേർന്ന് നിന്ന ഒരാൾക്ക് ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ആവശ്യമാണ് എന്ന് സ്വന്തം ജീവിതത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ്. നമ്മളിലേക്ക് വരുന്നത് വരെ എല്ലാം കഥകളാണ് എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് സംഭവിക്കുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നതും നമ്മൾ ചുറ്റുപാടും അന്വേഷിക്കുന്നതും കൂടുതൽ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതും പഠിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം. അവിടെ മുതൽ ഇങ്ങോട്ട് ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ശ്രദ്ധ സംഭവിച്ചിട്ടുണ്ട്. ഒരു അവെയർ ആയിരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മൾ പിങ്ക് മന്തിലേക്ക് എത്തി നിൽക്കുന്നു. തിങ്ക് പ്രിവെന്റീവ് എന്ന് നമ്മൾ വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒന്ന് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിവെന്റീവ് ആയിരിക്കുക അല്ലെങ്കിൽ ഏറ്റവും ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ ഒരു ഡിറ്റക്ഷൻ സംഭവിച്ചാൽ ഏറ്റവും ഏർലി സ്റ്റേജിൽ തന്നെ തിരിച്ചറിഞ്ഞ് ആരോഗ്യപരമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ ഈ വെബിനാർ പറ്റുമ്പോഴെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ആയാലും ഓങ്കോളജിസ്റ്റ് ആയാലും എല്ലാവരും ഇവരുടെ വളരെ തിരക്കുള്ള ഒഫീഷ്യൽ ലൈഫിന്റെ ഇടയിൽ നിന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വെബിനാർ കേൾക്കുന്ന എല്ലാവരും തന്നെ കാത്തിരിക്കുന്നതും ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവുകളിലേക്കാണ്. ഒരറിവും ചെറുതല്ല എന്ന് പറയുന്ന പോലെ തന്നെ. പക്ഷെ നമുക്ക് എപ്പോഴും ഇൻഫോർമേഷൻ ഏറ്റവും റൈറ്റ് പ്ലേസിൽ നിന്ന് കേൾക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൃത്യമായ സ്ഥലത്ത് നിന്ന് കൃത്യമായിട്ടുള്ള അറിവുകൾ ലഭിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ രീതി എനിക്ക് തന്നെ കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. വളരെ നിസ്സാരമായിട്ടുള്ള ചിന്തകൾ മുതൽ, അതായത് ഇപ്പൊ ഒരു ഇന്നർവെയർ ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാവൂ എന്ന് വരെ ചിന്തിക്കുന്ന നമുക്കിടയിലുള്ള ആളുകളുണ്ട്. അവിടെ മുതൽ ഒരു പ്രീ ക്യാൻസർ സ്റ്റേജ് ഉണ്ടോ, 40 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ തുടങ്ങി വളരെ നിസ്സാരമെന്ന് നമുക്ക് കരുതാൻ സാധിക്കുന്ന സംശയങ്ങൾ പോലും ഉള്ളവർക്ക് വരെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയ ഒരു വിഷയം എന്ന് പറയുന്നത്. ഇന്നും നമുക്കിടയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഹാപ്പൻസ് ഓൺലി ഇൻ എൽഡർലി വിമൻ അല്ലെങ്കിൽ പാത്തോളജി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും നമ്മൾ സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ കൂടുതൽ സമയം കവരുന്നില്ല. ഞാനും കാത്തിരിക്കുന്നത് ആ ഒരു വിഷയങ്ങളിലേക്കുള്ള ചർച്ചകളിലേക്ക് കിടക്കാനാണ്. ഒപ്പം നമ്മുടെ സ്വാമിജിയും നമ്മളുടെ ഒപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ മരുന്ന് പോലെ തന്നെ പ്രധാനമാണ് മനക്കരുത്തും എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും നമ്മളിലേക്ക് കൂടുതൽ മനഃശക്തി പകരുന്ന വാക്കുകൾ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവയും കേൾക്കാനായിട്ട് ഞാൻ വിനയപൂർവ്വം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് സമയം ഞാൻ കവരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ ഈ യാത്രയുടെ ഭാഗമായിട്ട് തന്നെ കൂടിയുണ്ട്. ഇനി അങ്ങോട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും സ്വസ്തിക്കും IRIക്കും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സിനും ഓങ്കോളജിസ്റ്റിനും മറ്റു പ്രവർത്തകർക്കും എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് എളിയ വാക്കുകൾ ചുരുക്കുകയാണ്. താങ്ക് യു സോ മച്ച്.